വിവിധ കമ്മിറ്റികളിൽ നേതാക്കന്മാർ ആകാശിന് കൊള്ളില്ല എന്ന് താഴെ കമ്മിറ്റിക്കാർ പറയുന്നു, താഴെ കമ്മിറ്റിക്കാർ കൊള്ളില്ല, നിങ്ങൾ എന്ത് പണിയെടുത്തു എന്ന് മേൽ കമ്മിറ്റികൾ ചോദിക്കുന്നു. മേൽ കമ്മിറ്റികളിൽ നേതാക്കളെ വിമർശിക്കലല്ല, താഴെയുള്ള ആളുകൾ നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എവിടെ തെറ്റുപറ്റി എന്ന് എഴുതി കൊടുക്കലാണ് പ്രധാനം എന്ന് പറഞ്ഞ് 35 പേജുള്ള 35 ചോദ്യങ്ങളുള്ള ചോദ്യാവലി നൽകുന്നു. ഇങ്ങനെ ആകെ മൊത്തം കുഴാമഴയമായിട്ട് ഒരു കുഴമാന്തരം പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ CPM ഉള്ളത്. അപ്പം അതിനകത്ത് പല നേതാക്കളെക്കുറിച്ചും പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കരഞ്ഞു പോകും. MV ഗോവിന്ദനെ കുറിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു കോമാളിയെ പോലെയാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പോലും അങ്ങനെ ചോദിച്ചു എന്നിപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം ഒരു കാരണവശാലും ഇനി പ്രതിപക്ഷ നേതാവായിട്ട് പോലും നിൽക്കരുത്, MLA സ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം എന്ന് ചില കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് അദ്ദേഹം പെട്ടി പിടിച്ചിട്ട് സെക്രട്ടറി ആയ ആളാണ്, സെക്രട്ടറി ആവാൻ ഒരു യോഗ്യതയുമില്ല, അദ്ദേഹം അമുൽ ബേബിയാണ് എന്ന് വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ നേതാക്കളെ പറ്റിയും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പല നേതാക്കളെ പറ്റിയും വളരെ കടുത്ത വിമർശനങ്ങളാണ്. എറണാകുളത്ത് ജില്ലയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, മന്ത്രിയായിരുന്നു P. രാജീവ്. അദ്ദേഹം ഏകാധിപത്യപരമായിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമാണ് എറണാകുളത്തുണ്ടായ കനത്ത പരാജയം എന്ന് അവിടെ വിലയിരുത്തിയിരുന്നു. അങ്ങനെ എല്ലാ ജില്ലകളിലും ഇതാണ് സ്ഥിതി. കോഴിക്കോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന വോട്ടൊക്കെ BJPയിലേക്ക് പോയി എന്ന് കോഴിക്കോട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നു തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെയാണ് പറയുന്നത്. ഈ തോട്ടത്തിൽ രവീന്ദ്രൻ്റെ ഈ വോട്ടുകളൊക്കെ എങ്ങനെ BJP പോയി എന്ന് അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിന് ചുറ്റിലിരിക്കുന്ന ആളുകൾ BJPക്ക് പോയി വോട്ട് ചെയ്തെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന് മേൽ കമ്മിറ്റിയോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? സ്വന്തമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ലേ. അപ്പോൾ ഈ തരത്തിൽ നോക്കിയാൽ CPMൽ നിന്ന് യഥാർത്ഥത്തിൽ വലിയ എന്താ പറയുക സംഘർഷത്തിൻ്റെ അന്തരീക്ഷമാണ്. അത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി വരെയുള്ള വിവിധ കമ്മിറ്റികളിൽ അത്തരത്തിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ സംഘർഷങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു തമ്മിലടിയുടെ ശാരീരികമായി തന്നെ ഏറ്റുമുട്ടലുകളുടെ തലത്തിലേക്ക് വന്നുകൂടായികയില്ല. കാരണം പാർട്ടിയെ വിമർശിക്കുന്ന ആളുകൾ, പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളോട് നടത്തുന്ന കൈകാര്യം ചെയ്യുന്ന രീതി, അത് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനായാലും ശരി, മറ്റ് നേതാക്കളായാലും ശരി, അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ വീടിൻ്റെ മതിലുകൾ പൊളിക്കുക, അവരുടെ വീട്ടിന് മുമ്പിൽ ബോംബെറിയുക, അവരുടെ കുട്ടികളെ പേടിപ്പിക്കുക, ഇങ്ങനെ പല പരിപാടികളും ചെയ്യുന്നുണ്ട്. ഇതിന് അടുത്ത ഘട്ടം യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര ചർച്ചകൾ ഈ തരത്തിലുള്ള ആഭ്യന്തര സംഘർഷത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നീങ്ങാൻ അധികം വൈകാനിടയില്ല എന്നാണ് തോന്നുന്നത്. കാരണം CPMനകത്ത് അത്ര വലിയൊരു പൊട്ടിത്തെറിയുടെ അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്.